കപ്പ് പാലക്കാട്ടേക്ക് കൊണ്ടുവരണേ എന്ന് ജ്യോതിഷ് പറയുന്നുണ്ട്. നടക്കൂടെ? കപ്പ് കണ്ണൂരിലോട്ട് കൊണ്ടുപോകുന്നതാണ് ടി വി പ്രസാദ് തിരുവനന്തപുരത്തുകാരനായിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാചകപ്പുരയിലാണ് നിൽക്കുന്നത്. നോക്കൂ, മനോഹരമായിട്ട് ഇവിടെ പ്രേക്ഷകർക്ക് കുറെ ടാങ്കുകളൊക്കെ കാണാം അല്ലെ. അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി, ഇത്തരം ഒരു സൗകര്യം ഇപ്പൊ ഇവിടെയുള്ള ജീവനക്കാർ പറയുന്നത് ഇത്രയും ക്ലീനായി ഇത്രയും സൗകര്യത്തോടു കൂടിയുള്ള ഒരു സ്പേസ് ആദ്യമായിട്ടാണെന്ന്. അല്ലെ, വളരെ ക്ലീൻ ആണ്. നിങ്ങൾ എനിക്കൊന്ന് കുറെ നാളുകളിൽ പലയിടങ്ങളിൽ പോയി പാചകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കിച്ചണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് കിച്ചൺ. ഇത്രയും സൗകര്യത്തിനും നമുക്ക് വെള്ളത്തിനൊരു തടസ്സമില്ലാതെ തുടരെ വെള്ളം ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. പഴയിടം പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലത്ത് പോയി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് അത് ഒരുക്കിയിട്ടുണ്ട്. ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും നമുക്ക്. ആ സൗകര്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാചകപ്പുരയുടെ പിന്നാമ്പുറയിലേക്ക് വന്നത്. സാധാരണ പാചകപ്പുരയുടെ പിന്നാമ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല, അന്യർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് എപ്പോഴും തൂങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ പ്രവേശനമുണ്ട്. പഴയ നമ്പൂതിരി തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മൾ വന്ന് നോക്കിയത്. നോക്കൂ, ഒരഴുക്കും ഇവിടെ ഇല്ല. നമുക്ക് ആ സ്ഥലം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് പാചകപ്പുരയുടെ പുറകുവശം എന്ന് പറയുന്നത്. അത്ര ഹൈജീനിക് ആയിട്ട് കാര്യങ്ങൾ വെടിപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വാട്ടർ ടാങ്കിന്റെ വാക്കുകളെല്ലാം കാണും. ഇതെല്ലാം വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മുട്ടും ഒന്നിനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നല്ല കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യമാണെന്ന് തന്നെ പറയണം. അപ്പോൾ ഭക്ഷണം അരിയൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള മിക്കവാറുമുള്ള ഐറ്റങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. കടലപ്പായസം കൂടെ ആയി കഴിഞ്ഞാൽ ഏകദേശം പദ്ധതി ഇപ്പോൾ പാത്രത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണിത്? സാമ്പാറിന്റെ ഒരു മണമുണ്ടല്ലോ. നമ്മൾ സാധാരണ കല്യാണ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ തിളച്ചിങ്ങോട്ട് വരുന്ന സാമ്പാറിന്റെ കറിവേപ്പിലേക്ക് ഇട്ട ഒരു ഈ ഐറ്റം എന്താണ്? ഇതെന്തായിരുന്നു? ഇത് സാമ്പാർ തന്നെയാണ് അല്ലേ? സാമ്പാർ എത്ര ഇതിലുണ്ടാവും? 6 വാർപ്പിലുണ്ടാവും. 6 വാർപ്പിൽ സാമ്പാറുണ്ട്. സാമ്പാർ റെഡിയായി കഴിഞ്ഞു അല്ലേ? സാമ്പാർ റെഡിയായി. ഏതാണ്ട് ഒരു 3500 ലിറ്റർ സാമ്പാർ വേണം. 3500 ലിറ്റർ സാമ്പാർ വേണം നമുക്ക്. 6 വാർപ്പൊക്കെ ആകുമ്പോൾ കഷ്ടി ഓടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പഴയ നമ്പൂതിരി പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാണ്, ശുചിത്വമാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അത് പഴയടം തന്നെ പറയുന്നു. ഇതാഇപ്പോൾ ഒരു ഗോപുരം പോലെ തയ്യാറായിരിക്കുന്നത് ഉപ്പുമാവാണ്. കടലപ്പായസം ഇവിടെ റെഡിയായി ക്ലോസ് ചെയ്തു. ഇവിടുത്തെ ഇളക്കൽ അവസാനിപ്പിച്ച് അവസാനത്തെ വാർപ്പിലേക്ക് നീങ്ങി കഴിഞ്ഞു. ഇതുകൂടി കഴിഞ്ഞാൽ കഴിയും അല്ലേ? 4 വാർപ്പ് ചെയ്യാനുള്ള സമയം. ഒരു വാർപ്പിന് അരമണിക്കൂർ. ഞാൻ ആയിരിക്കും അക്ഷരം ചോദിച്ചാൽ അറിയാം. അങ്ങനെ ആവണം. അല്ല അറിയാം. പിന്നല്ല എല്ലാവരും വരെ പായസം കഴിക്കാൻ എന്തായാലും വരെ കുറച്ച്. തീർച്ചയായിട്ടും പായസം ഏകദേശം എപ്പോഴേക്ക് റെഡിയാവും? അത്ര ഏകദേശം എപ്പോഴേക്കാണ് കഴിയുക? ഒരു 11 മണി 11 മണി. ഏറ്റവും ഒടുവിൽ എന്താ കഴിയുക? ഏറ്റവും ഒടുവിൽ തോരനാണ് അല്ലെ? ആദ്യം തുടങ്ങുന്നത് ഏതിലായിരിക്കും? ആദ്യം തുടങ്ങുന്നത് സാമ്പാറില. സാമ്പാറിലും അവസാനം തോരനിലും. അതാണ് ഐറ്റം. അപ്പൊ ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും വീട്ടിലൊക്കെ ഭക്ഷണം. ടീച്ചറെ, ഇവിടെ നിന്നുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ഞാൻ ഉദ്ദേശിച്ചത് പഴയിടത്തിൽ നിന്ന് രുചിക്കൂട്ടുകളെ വല്ലതും പഠിച്ചോ? കൊറേക്കെ. എന്താ ഇവിടെ നിന്ന് പഠിച്ചൊരു രുചിക്കൂട്ട്? നമ്മളെ പായസം വെക്കുമ്പോഴുണ്ടോ ഈ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ തോരനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല, പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചാ നമുക്ക് തരുന്നത്. ആ റെസിപ്പി പറഞ്ഞു തന്നിട്ടില്ല. ഒന്നും പറഞ്ഞു തരത്തില്ല. അത്രയും പറഞ്ഞു. അനുകരണങ്ങൾ വന്നു കഴിഞ്ഞാലേ ഞങ്ങളിപ്പോ എന്തെങ്കിലും ടിപ്പുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അതിന് കോമ്പൻസേറ്റ് വേറെ സംഭവങ്ങൾ ചേർത്തിട്ടുണ്ടാവും. അപ്പൊ അതറിയാണ്ട് ടിപ്പുകൾ മാത്രം ചെയ്താൽ കൊള്ളാവുന്നതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. നാച്ചുറൽ ടിപ്സ് ആയിരിക്കും. അതെ, നാച്ചുറൽ ടിപ്സ്. സ്വാഭാവികമായി ആരോഗ്യത്തിന് ഗുണകരമായ ടിപ്പുകളെ ഇവിടെ ചേർക്കുന്നു. നാച്ചുറൽ ടിപ്സ് തന്നെയാണ്. അപ്പൊ അതിന് പറഞ്ഞു തരുന്നില്ല ടീച്ചറെ? അല്ല, ഞങ്ങൾ രഹസ്യമായി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ വീട്ടിലേക്ക്. എന്നാലും പറ്റുന്നില്ല.